സ്വാഗതം ഇൻസൈഡ് ബൈറ്റ്സിലേക്ക്. തമിഴ്നാട്ടിലെ കരൂർ ദുരന്തത്തോടെ നടൻ വിജയിയുടെ TVK പാർട്ടിയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് തടസ്സം നേരിട്ടിരിക്കുകയാണ്. ഏറെ പ്രതീക്ഷയോടെയാണ് വിജയ് പാർട്ടി രൂപീകരിക്കുകയും റാലി സംഘടിപ്പിക്കുകയും ചെയ്തത്. എന്നാൽ സംഘാടനത്തിലെ പിഴവ് മൂലം റാലി ദുരന്തത്തിൽ കലാശിച്ചു. കോൺഗ്രസിനെ വെല്ലുവിളിച്ചാണ് വിജയ് റാലി നടത്തിയത്. ഇതിനുള്ള തിരിച്ചടി ലഭിക്കുകയും ചെയ്തു. ഈ അവസരം നന്നായി പ്രയോജനപ്പെടുത്തുകയാണ് കോൺഗ്രസ്. ജയലളിതയുടെ കാലം തൊട്ട് തമിഴ് മക്കളോട് നല്ല ബന്ധം കാത്തുസൂക്ഷിച്ചിരുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. പിന്നീട് ഉണ്ടായ രാഷ്ട്രീയ മാറ്റങ്ങളിൽ കോൺഗ്രസിന്റെ പ്രതാപത്തിന് മങ്ങലേൽക്കുകയായിരുന്നു. ഇത് തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ് നേതൃത്വം. ഒറ്റയ്ക്ക് ഭരണം കോൺഗ്രസിന് ലഭിക്കില്ലെങ്കിലും സഖ്യകക്ഷികളുമായി ഭരിക്കാമെന്നാണ് കോൺഗ്രസ് ലക്ഷ്യം. ദുരന്തമുണ്ടായ ഉടൻ തന്നെ കോൺഗ്രസ് പ്രവർത്തകർ കൂട്ടത്തോടെ കരൂരിലെത്തി രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായെന്നാണ് റിപ്പോർട്ട്. സ്റ്റാലിന്റെ അണികളും രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. രാഹുൽ ഗാന്ധി നേരിട്ട് മുഖ്യമന്ത്രി സ്റ്റാലിനെ വിളിച്ച് കരൂരിലെ വിവരങ്ങൾ തിരക്കി. ഇതുവരെ ഒരു ദേശീയ നേതാക്കളും മുഖ്യമന്ത്രിയെ വിളിക്കുകയോ സഹായഹസ്തം നീട്ടുകയോ ചെയ്തിട്ടില്ലെന്നാണ് വിവരം. ചികിത്സയിലുള്ളവർക്ക് ആവശ്യമായ മെഡിക്കൽ സഹായം എന്നിവയെക്കുറിച്ച് രാഹുൽ കൃത്യമായി തിരക്കിയെന്നാണ് റിപ്പോർട്ട്. അടുത്ത ദിവസം രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് നേതൃത്വവും തമിഴ്നാട്ടിലെത്തി മരിച്ചവരുടെ കുടുംബങ്ങളെ കാണുമെന്നും വിവരമുണ്ട്. കോൺഗ്രസിലെ സോണിയാഗാന്ധി ജയലളിത ബന്ധം വളരെ പ്രശസ്തമായിരുന്നു. പല നിർണായക തീരുമാനങ്ങളിലും ജയലളിതയുടെ സാന്നിധ്യം പ്രകടമായിരുന്നു. പിന്നീടുണ്ടായ നീരസമാണ് ജയലളിത കോൺഗ്രസിൽ നിന്ന് അകലാൻ കാരണം. എന്നാലും ഇവരുടെ അവസാന കാലത്ത് ഇവരെ സഹായിക്കാനും മറ്റും കോൺഗ്രസ് നേതൃത്വം ഒപ്പമുണ്ടായിരുന്നു. വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് BJPയും കരൂർ ദുരന്തഭൂമിയിലെത്തുന്നുണ്ട്. നടി ഹേമ മാലിനിയുടെ നേതൃത്വത്തിലുള്ള വൻ സംഘമാണ് ദുരന്തത്തിൽ മരിച്ചവരുടെ വീട് സന്ദർശിക്കാൻ ഒരുങ്ങുന്നത്. താരപ്രഭയിലുള്ള ദുരന്തത്തെ താരങ്ങളെ ഇറക്കി നേരിടാൻ ഒരുങ്ങുകയാണ് BJP എന്നാണ് ആക്ഷേപം. കൂടുതൽ പൊളിറ്റിക്കൽ വീഡിയോകൾക്കായി ഇൻസൈഡ് ബൈറ്റ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.